നവരാത്രിയിലെ 8ാമത്തെ ദിവസമാണിന്ന്. അഷ്ടമി. ഇന്ന് വൈകുന്നേരമാണ് പൂജ വെപ്പ്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റു, കുളിച്ചു, വിളക്കൊക്കെ വെച്ചു. ഇന്ന് പരിയാനംപറ്റക്കാവിലൊന്ന് പോയി തൊഴണം എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയും ഞാനും ഒക്കെ രാവിലെ നേരത്തെ 7 മണിയാകുമ്പോഴത്തേക്കും റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാ പോകാനുള്ള വണ്ടി വന്നു. ഇന്ന് ഭരതേട്ടൻ്റെ വണ്ടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അമ്മയും ഞാനും കൂടെ വണ്ടിയിൽ കയറി പരിയാനംപറ്റയിലേക്ക് പോവുകയാണ്. അങ്ങനെ പരിയാനംപറ്റ അമ്മയുടെ തിരുസന്നിധിയിലെത്തി. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് തൊഴുതു, തീർത്ഥമൊക്കെ സേവിച്ചു ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ പടിക്കെട്ടുകളാണിത്. ക്ഷേത്രം റോഡിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ടാണ്. നമ്മൾ റോഡിലേക്ക് ഇങ്ങനെ കയറി വരണം. അപ്പോൾ മുമ്പൊക്കെ അമ്പലം നിന്നിരുന്ന സ്ഥലത്ത് കുളമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ തൊഴുത് തിരിച്ചു പോരുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി. നല്ല സൂപ്പർ ഇഡ്ഡലി, ഉഴുന്നുവട ഒക്കെ വാങ്ങിച്ചു കേട്ടോ. സാമ്പാറും ചട്നിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ചുടുക്കനെ ഉഴുന്നുവട ഉണ്ടാക്കുന്നുണ്ടോ അവിടെ. അപ്പോൾ ആ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയൊക്കെ ഒരു ഫുഡ് വ്ളോഗർ വീഡിയോ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മോട് പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന്. അങ്ങനെ വാങ്ങിയതാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം വാങ്ങിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാവാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോട്ടലിലത്തെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല. ഇനി ഒരു തവണ പോകുമ്പോൾ പറ്റിയാൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. എന്തായാലും നല്ല ഭക്ഷണമാണ്. അപ്പോൾ നമുക്കവിടെ വീഡിയോ ഒക്കെ എടുക്കാം, നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഓക്കെ. അവിടെ ആകെ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് ഈ പ്ലാസ്റ്റിക് കവറിലാണ് ചൂടുള്ള സാമ്പാർ ഒഴിച്ച് തരുന്നത് എന്നുള്ളതായിരുന്നു. സാധാരണ അലുമിനിയം ഫോയിൽ പോലത്തെ കവറിലൊക്കെ അല്ലേ ഇപ്പോൾ അങ്ങനെ കൂട്ടാനൊക്കെ ആക്കിത്തരാം. ഇവിടെ പ്ലാസ്റ്റിക് കവറിലാണ്. അത് മാത്രമാണ് ഒരു പോരായ്മ എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പോകുമ്പോൾ ഒരു പാത്രം കൊണ്ടുപോയാൽ മതി, അവർ അതിൽ ഒഴിച്ചു തരും, അങ്ങനെയും പോവാം. അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ അച്ഛനൊക്കെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ സൂപ്പറായി എന്ന്. അച്ഛന് വലിയ ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതൊക്കെ പാത്രത്തിലാക്കി വെച്ചു. പിന്നെ പോയിട്ട് കടയൊക്കെ തുറന്ന് നമ്മുടെ കുഞ്ഞു ഗണേശന് വിളക്കൊക്കെ വെച്ചു. പിന്നെ ഉമ്മറത്തെ തിണ്ണയൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. ഇതൊക്കെ ഞാൻ എന്നും ചെയ്യണതാ. പിന്നെ താഴത്തെ സ്റ്റെപ്പിൽ മഴ പെയ്യ കാരണം ചളി തെറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോൾ ഞാനൊന്ന് മാവേലി പോയി. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് തിരിച്ചെത്തി.